Hello, good morning. നമ്മുടെ സെക്ഷൻ 4.2 സബ്സ്പേസസിന് ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സെക്ഷനിലേക്ക് കിടക്കുകയാണ്. സെക്ഷൻ 4.3 ലീനിയർ ഇൻഡിപെൻഡൻസ്. ലീനിയർ ഇൻഡിപെൻഡൻസ് ആൻഡ് ലീനിയർ ഡിപ്പെൻഡൻസ് ആണ് സെക്ഷൻ്റെ നെയിം. ലീനിയർ ഇൻഡിപെൻഡൻസ് എന്നുള്ള ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ സബ്സ്പേസസിൽ ഒരു സെക്ഷൻ ലീനിയർ കോമ്പിനേഷൻ ആയിരുന്നു. ആ ലീനിയർ കോമ്പിനേഷനായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ലീനിയർ ഇൻഡിപെൻഡൻസ്. നമുക്ക് ആദ്യം ഡെഫിനേഷനിലേക്ക് പോകാം. സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഫിനേഷൻ വെച്ചോണ്ടാ. എസ് സെറ്റ് എസ് ഇസ് ഈക്വൽ ടു v1 v2 v3 etc vn of two or more vectors in a vector space v is linearly independent if no vector in S can be expressed as a linear combination of others. ഇത്രയേ ഉള്ളൂ, കാര്യം ഇത്രയേ ഉള്ളൂ. ഈ സെറ്റ് ഇറ്റ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ വെക്ടർ സ്പേസ്. ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, ആ വെക്ടർ സ്പേസിൻ്റെ ഒരു സബ്സെറ്റാണ് എസ്. എസ്സിലെ വെക്ടേഴ്സ് v1 v2 v3 etc vn ആണ്. എപ്പോഴാണ് എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുന്നത്? എസ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ നോ വെക്ടർ ഇൻ എസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ അതേഴ്സ്. എസ്സിലെ ഒരു വെക്ടറിനെയും മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയില്ലെങ്കിൽ ഇറ്റ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. അത് ക്ലിയർ ആണ്, ആ ഡെഫിനിഷൻ തന്നെ ക്ലിയറാ. ലീനിയർ കോമ്പിനേഷൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻ്റ് ആണ്. ക്ലിയർ. ഇഫ് നോ വെക്ടർ ഇൻ എസ് can be expressed as a linear combination of the other vectors, then it is linearly independent. നമ്മൾ എപ്പോഴാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം? ഒരാളിൽ നിന്ന് മറ്റൊരാളിൽ എപ്പോഴാണ് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവുക? അയാൾ നമ്മളെ സ്വാധീനിക്കുന്നില്ലെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ തന്നെ എവിടെയും ഒരു വെക്ടറിനെ മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ കഴിയില്ലെങ്കിൽ എന്താണ്? അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിലോ otherwise it is linearly dependent. ഓക്കെ അല്ലേ? അപ്പോൾ ഡെഫിനേഷൻ നിങ്ങൾ അതുപോലെ മനസ്സിലാക്കുക, കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. പിന്നെ ഇനിയപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണോ ഇൻഡിപെൻഡൻ്റ് ആണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് തരും ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ചെക്ക് വെദർ ഇറ്റ് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നോക്കൂ, നമ്മൾ ലീനിയർ ഇൻഡിപെൻഡൻ്റ് ഡെഫിനേഷൻ പറഞ്ഞത് നോ വെക്ടർ ഇൻ എസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് അതർ വെക്ടേഴ്സ് എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ വെക്ടർ എടുത്ത് അത് മറ്റ് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അത് വളരെ ടഫായിട്ടുള്ളൊരു ജോലിയായിട്ട് മാറും. പകരം നമ്മളൊരു തിയറം ഹെൽപ്പ് ചെയ്യും. ആ തിയറത്തിൻ്റെ പ്രൂഫ് ഞാൻ ഈ സെക്ഷൻ 4.3 ലാസ്റ്റാണ് പറയാം. നമ്മളിപ്പോൾ ചെയ്യുന്നത് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയും, അത് വെച്ച് ഒരു പ്രോബ്ലംസ് എല്ലാം ചെയ്യും. അവസാനത്തിലാണ് നമ്മൾ അതിൻ്റെ പ്രൂഫ് പറയാം. എന്താ തിയറം നോക്കാം. തിയറം എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. മുഴുവൻ വായിക്കുന്നില്ലേ? എസ് ഈസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് c1 v1 plus c2 v2 plus etc plus cn vn is equal to 0 implies c1 is equal to c2 is equal to etc cn is equal to 0. ഈ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ 0 ആവുന്നുണ്ടെങ്കിൽ അതിലെ ഓരോ കോഎഫിഷ്യൻറ്റും എന്താവണം? 0 ആവണമെന്നാണ് തിയറം പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതാ വെരിഫൈ ചെയ്യുക. നമ്മളൊരു വെക്ടർ എടുക്കും, c1 v1 plus c2 v2 plus etc plus cn vn is equal to 0. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് c1 equal to c2 equal to etc cn is equal to 0 എന്ന് പറഞ്ഞാൽ ഇതൊരു ഹോമോജനസ് സിസ്റ്റമായിട്ട് മാറുക. ഹോമോജനസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എല്ലായ്പ്പോഴും ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. ഏതാ ട്രിവിയൽ സൊല്യൂഷൻ? എല്ലാ വേരിയബിൾസും ഈക്വൽ ടു 0 ഓർ c1 equal to c2 equal etc cn is equal to 0. അതാണല്ലോ ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ അതെന്താണ്? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. നോൺ ട്രിവിയൽ സൊല്യൂഷൻ, 0 അല്ലാത്ത സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് ലീനിയർലി ഡിപ്പെൻഡൻറ്റുമാണ്. ഓക്കെ അല്ലേ? ചില ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഈ തിയറം തന്നെയാണ് ലീനിയർ ഇൻഡിപെൻഡൻസിൻ്റെ ഡെഫിനേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയേണ്ട ഡെഫിനേഷൻ ഇതാണ്. ഇനി ഇത് പറഞ്ഞാലും തെറ്റില്ല, പക്ഷേ ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നത് ഇത് എഴുതുക, ഈ തിയറം എഴുതുന്നുള്ള ഡെഫിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ചെക്ക് വെദർ ദ വെക്ടേഴ്സ് v1 v2 v3 3 വെക്ടേഴ്സ് ആണെന്നുണ്ട് ഈസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് ഓർ ഇൻഡിപെൻഡൻറ്റ്. നോക്കൂ, ഈ വെക്ടേഴ്സ് നമുക്ക് മനസ്സിലാവും. v1 v2 v3 4 ടപ്പിൾസാണ്. സോ ദീസ് ആർ വെക്ടേഴ്സ് ഇൻ R4. R4ലെ 3 വെക്ടേഴ്സാണ്.
എവിടെയെങ്കിലുള്ള വെക്ടേഴ്സ് ആവട്ടെ. നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? ഈ കോമ്പിനേഷൻ എടുക്കും, ഈക്വൽ ടു 0 സോൾവ് ചെയ്യും. സോ C1 V1 plus C2 V2 plus C3 V3 equal to 0 implies so C1 into 1 2 2 minus 1 plus C2 into 4 9 9 minus 4 plus C3 into 5 8 9 minus 5 is equal to 0. ഇതിനെ സിസ്റ്റമാക്കി മാറ്റാം. അപ്പോൾ എന്താ കിട്ടുക? C1 plus 4C2 plus 5C3 is equal to 0. ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ ഞാൻ ഇവിടെ സ്പേസ് കുറവായതുകൊണ്ട് സിസ്റ്റം എഴുതുന്നില്ല. സെക്കൻഡ് ഇക്വേഷൻ 2C1 plus 9C2 plus 8C3 is equal to 0. അതുപോലെ ബാക്കിയുള്ള ഇക്വേഷൻസ് എഴുതുക. ഇക്വേഷൻ എഴുതിയതിനു ശേഷം നിങ്ങൾ കോഎഫിഷ്യൻ മെട്രിക്സ് കാണാം. കോഎഫിഷ്യൻ മെട്രിക്സ് ഞാനിവിടെ എഴുതുകയാണ്. കോഎഫിഷ്യൻ മെട്രിക്സ് എങ്ങനെയാണ് വരിക? Coefficient matrix will be 1 2 2 minus 1 4 9 9 minus 4 5 8 9 minus 5 ഇങ്ങനെ വരിക അല്ലേ? ഇത് നമുക്കൊന്ന് റോ റിഡക്ഷൻ നടത്താം. സൊല്യൂഷൻ കാണണ്ടേ? റോ റിഡക്ഷൻ നടത്താം. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിയുള്ള ടെക്നിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ ഫസ്റ്റ് വെക്ടറിനെ ഫസ്റ്റ് കോളായിട്ട് എഴുതുക, സെക്കൻഡ് വെക്ടർ സെക്കൻഡ് കോളം, തേർഡ് വെക്ടർ തേർഡ് കോളായിട്ട് എഴുതുക. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇൻ ബിറ്റ്വീനിലെ സ്റ്റെപ്പ് എഴുതിക്കൊണ്ടാണ് റോ റിഡക്ഷൻ നടത്താം. 1 താഴേക്കെല്ലാം 0. സോ 1 4 5 ഇവിടെ 0 ആക്കണം. 0 1 -2 0 1 -1 so 0 0 0 ഓക്കെ അല്ലേ? ഇനി ഇവിടെ 1 ആക്കുക, താഴേക്ക് 0 ആക്കുക. ഇവിടെ ഓൾറെഡി 1 ആണ്. സോ ദിസ് ഇസ് ഈക്വലന്റ് ടു 1 4 5 0 1 -2 സബ്ട്രാക്ട് ചെയ്യുക. 0 - 0 0 1 - 1 0 1 0 0 0 കഴിഞ്ഞു. വർക്ക് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ 1 ആക്കി താഴേക്ക് 0 ആക്കി, ഇവിടെ 1 ആക്കി താഴേക്ക് 0 ആക്കി, ഇവിടെ 1 ആക്കി താഴേക്ക് 0 ആക്കി. വർക്ക് കഴിഞ്ഞു. വാട്ട് ഈസ് റാങ്ക്? റാങ്ക് 1 2 3 നോൺ സീറോ റോസ് അല്ലേ? സോ റാങ്ക് ഇസ് ഈക്വൽ ടു 3 അല്ലേ? നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ്? C1 C2 C3 നമ്പർ ഓഫ് അൺനോൺസ് 3 ആണ്. n ഇസ് ഈക്വൽ ടു 3 ആണ്. ശരിയല്ലേ? അപ്പോൾ കിട്ടുന്ന റിസൾട്ട് എന്താ? n ഇസ് ഈക്വൽ ടു 6 എന്നാണ് കിട്ടുന്നത്. n ഇസ് ഈക്വൽ ടു 6 ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു? യുണീക്ക് സൊല്യൂഷൻ എന്നുള്ള അല്ലേ? n ഗ്രേറ്റർ ദാൻ 6 ആണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. ഇപ്പോൾ ഇവിടെ n ഇസ് ഈക്വൽ ടു 6 ആണ്. സോ യുണീക്ക് സൊല്യൂഷൻ. ഹോമോജനസിൻ്റെ കേസിൽ യുണീക്ക് സൊല്യൂഷൻ ഏതാണ്? C1 is equal to C2 is equal to C3 is equal to 0 ആണ്. ട്രിവിയൽ സൊല്യൂഷനാണ്. സോ n is equal to 0 R implies C1 is equal to C2 is equal to C3 is equal to 0. കണ്ടാൽ നമുക്ക് ഈ കണ്ടീഷൻ കിട്ടുകയാണ്. ദാറ്റ് മീൻസ് ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഇൻഡിപെൻഡൻറ്റ്. നിങ്ങൾ ഈ കമൻറ്റ് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് എഴുതണം. n is equal to R implies unique solution, and in the case of a homogeneous solution, unique solution is C1 is equal to C2 is equal to C3 is equal to 0. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ. ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. V1 V2 V3 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ഓർ LI ഓർ LD വെരിഫൈ. എന്താ മാർഗം? C1 V1 plus C2 V2 plus C3 V3 is equal to 0. That is C1 into 1 minus 2 3 plus C2 into 5 6 minus 1 plus C3 into 3 2 1 is equal to 0. പഴയ പോലെ തന്നെ സിസ്റ്റമാക്കി മാറ്റാം. വാട്ട് ഈസ് ഫസ്റ്റ് ഇക്വേഷൻ? C1 plus 5C2 plus 3C3 is equal to 0. Second equation will be minus 2C1 plus 6C2 plus 2C3 is equal to 0. നിങ്ങൾ എഴുതണം. And the last equation will be 3C1 minus C2 plus C3 is equal to 0. അതിൻ്റെ കോഎഫിഷ്യൻസ് എഴുതാം. ആ കോഎഫിഷ്യൻ മെട്രിക്സ് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 minus 2 3 5 6 minus 1 3
2 1. Okay, 1 താഴേക്ക് 0 ആക്കുക. So 1 5 3 0 4 8. Minus 16 9 minus 8 1 minus 1 minus 9 minus 8. Okay, 1 minus 2 3 5 6 minus 1 3 2 1 2 0 10. ഓ മാറ്റുണ്ടല്ലോ, നമ്മൾ ആഡ് ചെയ്യുന്നത് 2 2n minus 2 0 10 10 and this will be 16 വരും. ഇവിടെ 2 6 8 3 3 minus 3 0 15 minus 1 minus 15 minus 16. ഓക്കെ, ഇപ്പോൾ ശരിയാ. ഇനി നമുക്ക് 1 5 3 ഇവിടെ നിങ്ങൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ 0 1 1/2. ശരിയല്ല? ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നതിന് വേണ്ടെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് അത്ര വേണ്ട. സോ 0 minus 16 minus 8. ഒരാൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്നത് അറിയോ? ഈ തേർഡ് റോയിലേക്ക് സെക്കൻഡ് റോ ആഡ് ചെയ്യുക. തേർഡ് റോയിലേക്ക് സെക്കൻഡ് റോ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ 0 0 0 അല്ലേ വരിക. അപ്പോൾ തീർച്ചയായിട്ടും റാങ്ക് എത്രയേ വരുള്ളൂ? ഈ റോ കംപ്ലീറ്റ് 0 ആയിട്ട് മാറി. അപ്പോൾ തീർച്ചയായിട്ടും റാങ്ക് എത്രയേ വരുള്ളൂ? 2 വരുള്ളൂ. പക്ഷേ നമ്മൾ പഠിച്ച പ്രൊസീജിയറിൽ അങ്ങനെ പോവാം. ഇവിടെ 1 ആക്കി ഇനി താഴെ 0 ആക്കണം, ഇവിടെ 0 ആക്കണം, ഇവിടെ 0 ആക്കണം, ഇവിടെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ആഡ് ചെയ്യണം. സോ 1 5 3 0 1 1/2. ഇവിടെ 16 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ഇവിടേക്ക് ആഡ് ചെയ്യാം. സോ 0 16 and minus 16 0. ഇവിടെ 16 മൾട്ടിപ്ലൈ 8 8 and minus 8 0. ഓക്കെ അല്ലേ? എത്ര റാങ്ക് നോക്കിയേ? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ആണ്. സോ റാങ്ക് r is equal to 2 ആണ്. ആൻഡ് വാട്ട് ഇസ് ദ നമ്പർ ഓഫ് അൺനോൺസ്? c1 c2 c3. n is equal to 3 ആണ്. n greater than r. n greater than r ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താ? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് അല്ല, അല്ലേ? യുണീക്ക് സൊല്യൂഷൻ അല്ല, ഈ സൊല്യൂഷൻ മാത്രമല്ല ഉള്ളത്, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. ക്ലിയർ? ദാറ്റ് മീൻസ് ദ വെക്ടേഴ്സ് ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ കമൻറ്റ് നിങ്ങൾ എഴുതണേ. n greater than r implies the system has infinite number of solutions and hence the vectors are linearly dependent. കൂടുതൽ പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ.